ഇനി നമ്മൾ പോകുന്നത് ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പാട്ടുകാരി ശ്രേയ ജയദീപിന് അടുത്തേക്കാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ 24-നൊപ്പം ഗായിക ശ്രേയ ജയദീപ് ചേരുന്നു. ആദ്യം തന്നെ ക്രിസ്മസ് ദിനാശംസകൾ. സെയിം ടു, മേരി ക്രിസ്മസ്. എങ്ങനെയാണ് സാധാരണ ഒരു ക്രിസ്മസ് ദിനം? ക്രിസ്മസ് ദിനം സാധാരണ വീട്ടിൽ തന്നെയാണ് കൂടുതലും ഉണ്ടാവാറ്. വീട്ടിൽ ഇതേപോലെ കേക്ക് കട്ട് ചെയ്യലും സെലിബ്രേഷൻസുമാണ് ഉണ്ടാവാറ്. പിന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവും, അച്ഛന് കേക്ക് കട്ട് ചെയ്യും അച്ഛൻ്റെ കൂടെ. അതൊക്കെ തന്നെയാണ് ക്രിസ്മസിന്. പിന്നെ നല്ല ഫുഡ് കഴിക്കും, അതാണ് ക്രിസ്മസിന്. വീട്ടിൽ തന്നെയാണോ അല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ? ഫ്രണ്ട്സിൻ്റെ കൂടെ പൊതുവേ പോകുന്നത് കുറവാണ്, വീട്ടിൽ തന്നെയാണ് കൂടുതലും ഉണ്ടാവാറ്. ഏതാണ് അടുത്ത പ്രൊജക്റ്റ് പാട്ടൊക്കെ? മൂവീസ് 2-3 മൂവീസ് ഇപ്പോൾ റീസെൻ്റ്ലി പാടിയിട്ടുണ്ട്, ഇറങ്ങാനുണ്ട്. പേര് കാര്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ അല്ലാണ്ട് പേഴ്സണൽ വർക്ക്സും ഡിവോഷണൽ സോങ്സും ആൽബംസൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ശ്രേയനെ കണ്ടാൽ പിന്നെ ഒരു പാട്ട് നിർബന്ധമാണല്ലോ, ഒരു പാട്ട് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. ഷുവർ, ഞാൻ മേലെ മാനത്തെ ഈശോയെ പറഞ്ഞ പാട്ട് പാടാം. മേലെ മാനത്തെ ഈശോയെ ഒന്നു വരാമോ ഈശോയെ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമെൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലെ മാനത്തെ ഈശോയെ ഒന്നു വരാമോ ഈശോയെ, ഈശോയെ ഈശോയെ. കോളേജിലൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇത്? എവിടെയാണ് പഠിക്കുന്നത്? കോളേജ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കോളേജ് ലൈഫ് ഞാൻ സേക്രഡ് ആർട്ട് കോളേജിലാണ് പഠിക്കുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ വലിയ ക്ലാസ്സുകൾ കട്ടാവും, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സാംസ് ഒക്കെ അപ്പിയർ ചെയ്ത് വൃത്തിയിൽ പോകുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. കുറച്ച് സമയം ഞങ്ങളെ കൂടെ ചിലവ് ചെയ്തതിന് നന്ദി. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അതാണ് ശ്രേയ ജയദീപിന്റെ വിശേഷങ്ങൾ.